ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മക്കളെ, കെമിസ്ട്രി നന്നായിട്ട് പഠിക്കാൻ, കെമിസ്ട്രിയിൽ നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 പോയിന്റുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് വാങ്ങണം, കെമിസ്ട്രിയിൽ അടിപൊളിയാവണം. കെമിസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് വാങ്ങണം, അടിപൊളിയാവണം, ബെസ്റ്റ് ആവണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. നിങ്ങളിൽ മിക്ക ആളുകൾക്കും അത് തന്നെയായിരിക്കും ആഗ്രഹം. എങ്കിൽ കെമിസ്ട്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. തുടങ്ങിയാലോ? യെസ് മക്കളെ, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യത്തെ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കെമിസ്ട്രി മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും മക്കളെ നമ്മൾ പഠിക്കണമല്ലോ. പഠിച്ചാലാണല്ലോ നമുക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. അതിലാർക്കും സംശയമില്ല, പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ തോന്നണ്ടേ മക്കളെ? പഠിക്കാൻ തോന്നുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി, പക്ഷേ നമുക്ക് പുസ്തകം തുറന്ന് വായിക്കണം എന്ന് തോന്നണമല്ലോ. അല്ലെങ്കിൽ രാത്രി നമ്മൾ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, മൊബൈലൊന്ന് മാറ്റി വെച്ച് പഠിച്ച് തുടങ്ങണം എന്ന ആ തോന്നൽ വരണ്ടേ മൈൻഡിൽ? അത് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി നമ്മളെല്ലാവരും ആദ്യം തന്നെ നമ്മുടെ മൈൻഡിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പഠിക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല. അത് കെമിസ്ട്രി മാത്രമല്ല, ഒന്നും പഠിക്കാനുള്ള ഒരു മൂഡ് നമുക്കുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്തിനു പഠിക്കണം എന്നത് പ്രധാനമാണ് മക്കളെ. എൻ്റെ മുന്നിലിരിക്കുന്ന, എൻ്റെ വോയിസ് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ നല്ല കഴിവുള്ള ആളുകളാണ് എന്ന തിരിച്ചറിവാദ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ കഴിവുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ നിങ്ങളൊക്കെ നല്ല ടാലൻ്റ് ഉള്ള, നല്ല കഴിവുള്ള ആളുകളാണ്. ഇതിൽ ചില ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ? ഡോക്ടർ ആവണം. യെസ്, എനിക്ക് വലുതായിട്ട് ഒരു ഡോക്ടർ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു അഡ്വക്കേറ്റ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സിവിൽ സർവൻ്റ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുണ്ടാവുകയും വേണം. ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം. ആ ആഗ്രഹത്തിലേക്ക് എത്താൻ, എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹമെങ്കിൽ, ഞാൻ ഡോക്ടർ ആവണമെങ്കിൽ, ഭാവിയിൽ ഞാൻ ഡോക്ടർ ആവണമെങ്കിൽ ഞാനിപ്പോൾ ഇത് പഠിച്ചേ പറ്റൂ എന്ന തോട്ട് നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് എഞ്ചിനീയർ ആവാൻ ആണ് ആഗ്രഹമെങ്കിൽ, ഞാൻ എഞ്ചിനീയർ ആവണമെങ്കിൽ ഈ സമയം ഞാൻ കെമിസ്ട്രി പഠിക്കണം, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കണം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കണം. അതായത് നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താലോചിക്കുക? എനിക്ക് ഡോക്ടർ ആവാനുള്ളതാണ്, എഞ്ചിനീയർ ആവാനുള്ളതാണ്, സയൻറ്റിസ്റ്റ് ആവാനുള്ളതാണ്. നമ്മൾക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പാരൻസ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ എയിം എന്താണോ, നമ്മുടെ ഗോൾ എന്താണോ, ആ ഗോളിലേക്ക് എത്താൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ സമയം ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് എന്ന ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോഴാണ് ആദ്യം പുസ്തകം തുറന്ന് അവിടെ ഇരിക്കുക എന്നുള്ള പ്രോസസ്സ് ആദ്യം നടക്കുക. കാരണം നമ്മൾ ഇരുന്ന് പുസ്തകം തുറന്ന് പഠിക്കാൻ തുടങ്ങാതെ ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ആ തോട്ട് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം. ഞാൻ എന്തിനാ പഠിക്കുന്നത്? എനിക്ക് ഡോക്ടർ ആവാൻ, എനിക്ക് എഞ്ചിനീയർ ആവാൻ, എനിക്ക് സയൻറ്റിസ്റ്റ് ആവാൻ. എന്താണോ മക്കളെ നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്ന തോട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പാണ്. അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ആ സബ്ജക്റ്റിനോടൊരു താല്പര്യം ഉണ്ടാവുക. നിങ്ങൾ ഏത് സബ്ജക്റ്റ് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ആ സബ്ജക്റ്റിനോടൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവണം, ഒരു ഇഷ്ടം ഉണ്ടാവണം. ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ എന്തിന് ഞാനിത് പഠിക്കണം എന്നുള്ള ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. എന്തിന്
എന്തിനാണ് നമ്മൾ ഇരുന്ന് ഇത് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആൻസർ നിങ്ങൾ ആദ്യം കണ്ടെത്തിയാലാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇരിക്കാൻ തോന്നുക, ആ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിനോടൊരു താല്പര്യം തോന്നുക. ഇത് രണ്ടും നിങ്ങൾ സമയമെടുത്തിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ആദ്യം തന്നെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായ ഒരു എയിം ഉണ്ട്, ആ കൃത്യമായ എയിമിലേക്ക് എത്തണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം കൊണ്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത്, എനിക്കത് ആയേ തീരൂ എന്ന വാശിയോടുകൂടെയാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത് എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് മക്കളെ നിങ്ങൾ വന്നാൽ പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് ബേസ്. ഏത് സബ്ജക്റ്റ്, എസ്പെഷ്യലി സയൻസിൻ്റെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് പഠിക്കണമെങ്കിൽ അതിൻ്റെ ബേസ് ഒന്ന് സ്ട്രോങ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ കെമിസ്ട്രി എന്ന് +1 എത്തിയപ്പോഴല്ലല്ലോ മക്കളെ കേട്ടത്. നിങ്ങൾ 9ലും 10ലും ഒക്കെ കെമിസ്ട്രിയിലെ പല ചാപ്റ്റേഴ്സും അടിപൊളിയായി പഠിച്ചവരാണ്. അപ്പോൾ +1 ബേസ് ആക്ച്വലി കിടക്കുന്നത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ 9ത്തിലും 10ത്തിലൊക്കെ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് പഠിക്കാൻ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കാര്യം നമുക്ക് +1 ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. ഓർഗാനിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ 10ത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ 9ത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ഓർഗാനിക് ആദ്യം +1 നല്ല കാണുന്നത് ആണോ? നമ്മൾ പീരിയോഡിക് ടേബിൾ ആദ്യം +1 നല്ല കാണുന്നത്, നമ്മൾ മാറ്ററിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് +1 നിന്നല്ല, നമ്മൾ 9ലും 10ലും ഒക്കെ അത് കേട്ടവരാണ്. അപ്പം നമ്മുടെ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താ? സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് 9ലെയോ 10ലെയോ ഒക്കെ ബുക്ക് എടുത്ത് മറിച്ച് നോക്കി അത് പഠിക്കുക എന്നുള്ളത് ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ +1 ആദ്യത്തെ ചാപ്റ്ററിനെ ആ ഒരു സ്പിരിറ്റിൽ നിങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിൽ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സമയമെടുത്ത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ബേസ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ എന്നതിലുപരിയായിട്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പഠനം എന്തായിരിക്കും? എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബേസ് സ്ട്രോങ് ആയിട്ട് മക്കൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മക്കളെ മൂന്നാമത്തത് കോൺസെപ്റ്റ് ക്ലിയർ ആവണം. കാണാതെ പഠിക്കുന്ന പരിപാടിയല്ല സയൻസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി കെമിസ്ട്രി എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ തരുന്ന നോട്ട് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. അത് എങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാലും, എങ്ങനെ എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയണമെങ്കിൽ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആവണം എന്നുള്ളതാണ്. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് കെമിസ്ട്രി മാത്രമല്ല, ഫിസിക്സ് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൺസെപ്റ്റ് പക്കയാവണം. അത് സാർ എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചാലും എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് ആ കോൺസെപ്റ്റ്, ആ ടോപ്പിക്കിലുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കാൻ മക്കൾ എപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം മക്കളെ. നാലാമത്തെ കാര്യം, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റുകൾ ഉണ്ട്. അത് 118 മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ബോർഡ് എക്സാം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത് മൊത്തം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുകളും ഒക്കെ ആവാനുള്ള ആളുകളാണ്, എൻട്രൻസ് എഴുതേണ്ട ആളുകളാണ്. അപ്പോൾ +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതുന്നതിൻ്റെ മുന്നേ നമുക്ക് പീരിയോഡിക് ടേബിളിലുള്ള 118 എലമെന്റുകളെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു എലമെന്റിന്റെ പേര് പറയുമ്പോൾ ആ എലമെന്റ് ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരീഡിലാണ്, ഏത് ബ്ലോക്കിലാണ് എന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ, അങ്ങനെ പീരിയോഡിക് ടേബിളിലൊക്കെ കുറേ എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കാൻ നമുക്ക് കോഡുകൾ ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ തന്നെ പല കോഡുകളും അപ്ലൈ ചെയ്ത് പല ഗ്രൂപ്പും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബോറനായ അലുമിനിയം ഗാലിയത്തെ ഇന്ത്യയിൽ വെച്ച് താലി കെട്ടി. എന്താ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇന്ത്യൻ താലിയം എലമെന്റ്സ് ബൈ ഹാർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച കോഡാണത്. അങ്ങനെ പല കോഡുകൾ, പല റിയാക്ഷൻസ് പഠിക്കാൻ, എലമെന്റ്സുകളെ കുറിച്ച് പഠിക്കാൻ, പ്രോപ്പർട്ടി
പ്രോപ്പർട്ടീസുകളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്കുണ്ടാക്കാവുന്നതാണ്. പക്ഷെ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കണം. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നിങ്ങളത് പഠിക്കണം. എന്നിട്ട് വേണം അതിൽ നിന്ന് അത് മെമ്മറൈസ് ചെയ്യാൻ ചില കോഡുകൾ നിങ്ങൾ രൂപപ്പെടുത്താൻ. അത് ചില കുട്ടികൾക്ക് കോഡ് ഉണ്ടാക്കി പഠിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, നിങ്ങളത് പഠിക്കണമെന്നില്ല. പക്ഷെ അത് ഇഷ്ടമുള്ള ആളുകൾക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താമെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇനി മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം പഠിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് എഴുതുക എന്നുള്ളതല്ല. നിങ്ങൾ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എഴുതി വെക്കാം. ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് റിവിഷന്റെ സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. അപ്പൊ പരമാവധി മക്കളെ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് വളരെ ഷോർട്ടായിട്ട് എഴുതി തന്നെ ശീലിക്കുക. എഴുതി പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി എഴുതി നിങ്ങൾ പഠിക്കുക. പിന്നെ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മക്കളെ, PYQ, ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സർ, ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉഷാറായിട്ട് ഇരിക്കുന്നതിൻ്റെ മുന്നേ ആ ടോപ്പിക്കിൽ നിന്ന് ബോർഡ് എക്സാമിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കണം. ഓണം എക്സാമിനും ക്രിസ്മസിനും മോഡലിനും ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കണം. എന്നിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കണം. ആ നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുക. ആ ടോപ്പിക്ക് മക്കൾ നന്നായി പഠിച്ചു എന്ന് പറയാൻ പറ്റുക. അപ്പൊ പരമാവധി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? PYQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരു തവണ നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് പഠിക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണ്, അത് പ്രാക്ടീസ് ചെയ്യാനാണ്. എത്ര ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രയും മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സിനും സെയിം വെയിറ്റേജ് അല്ല. നമ്മുടെ റെഡോക്സ് റിയാക്ഷന്റെ വെയിറ്റേജ് 5 ആണ്. 5 മാർക്കിനാണ് പൊതുവെ റെഡോക്സ് റിയാക്ഷൻ എന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. 6 മാർക്കിനാണ് പൊതുവെ ആദ്യത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. 8 മാർക്കിനാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതേസമയം 11 മാർക്കിനാണ് എവിടുന്ന് ക്വസ്റ്റ്യൻ വരിക? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. 10 മാർക്കിനാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന്, ഇക്വിലിബ്രിയത്തിൽ നിന്ന്, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് കൃത്യമായി അറിയണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് കൂടുതൽ സമയം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയണം. വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററിന് നമ്മൾ കൂടുതൽ തവണ റിവൈസ് ചെയ്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിന് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയം കൂടുതൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിൽ മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ടൈം അലോക്കേഷൻ ആ ചാപ്റ്ററിന് കൊടുത്ത് ആ ചാപ്റ്ററുകളിൽ നിന്ന് കൂടുതൽ PYQs പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ കെമിസ്ട്രിയിൽ മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ മക്കളെ, പ്രോബ്ലംസ് പല കുട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇക്വേഷൻസ് സർ നമുക്കറിയാം, കാൽക്കുലേറ്റർ സർ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ എന്താ പറയുക, പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റ് ആൻസർ കിട്ടുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മക്കളെ മനസ്സിലാക്കിക്കോ, പ്രോബ്ലംസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, എന്തായാലും ചോദിക്കും. അത് പ്രാക്ടീസ് ചെയ്യും. ഓരോ ചാപ്റ്ററിൽ നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം.
ന്യൂമറിക്കൽ തീരെ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോട്ടെ, ന്യൂമറിക്കൽ ഉള്ള ചാപ്റ്ററിൽ ആ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ. കാരണം ന്യൂമറിക്കൽ സ്കില്ല് നമുക്കുണ്ടാവേണ്ടതുണ്ട്. എസ്പെഷ്യലി എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എന്താ പറയുക, ന്യൂമറിക്കൽ പ്രോബ്ലം സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പം ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു പ്രാക്ടീസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ അവിടെയും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ മക്കളെ, മൈൻഡ് മാപ്പിംഗ്, അതായത് നമ്മൾ ഓർഗാനിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ മൈൻഡ് മാപ്പിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം എന്താ പറയുക, ആൽക്കൈനിൻ്റെ കുറേ റിയാക്ഷൻസ് ഉണ്ട്, ആൽക്കീനിൻ്റെ വേറെ കുറേ റിയാക്ഷൻസ് ഉണ്ട്, ആൽക്കൈനിൻ്റെ വേറെ കുറേ റിയാക്ഷൻസ് ഉണ്ട്, അറീൻസിൻ്റെ വേറെ കുറേ റിയാക്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ ഓർത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് പ്യൂരിഫിക്കേഷൻ ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് ക്വാളിറ്റേറ്റീവ് അനാലിസിസുകൾ പഠിക്കാനുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്ക് ദ്യൂമാസും ജെൽദാസും ലെബിങ്സും അതേപോലെ എന്താ പറയുക മെത്തേഡുകൾ പഠിക്കാനുണ്ട്, പേഴ്സൻറ്റേജ് കാണാനുള്ള, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. അതൊക്കെ മൈൻഡ് മാപ്പിംഗ് വഴി നമ്മളൊന്ന് മാപ്പ് ചെയ്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് റിവൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റും. മൈൻഡ് മാപ്പിംഗ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം റിവിഷൻ ഇല്ലാതെ ഒന്നുമില്ല. നിങ്ങൾ എത്ര നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, നിങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും 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 നിങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം നിങ്ങൾ ഒരു വർഷം പഠിക്കുന്ന കാര്യമാണ് ഒരു ദിവസം 2 മണിക്കൂർ എക്സാം ഹാളിൽ നിങ്ങൾ പേപ്പറിലേക്ക് എഴുതാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എത്ര നന്നായി പഠിക്കുന്ന ആളുകളാണെങ്കിലും ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മറന്നു പോകും. നിങ്ങളല്ല, എല്ലാവരും അങ്ങനെ തന്നെയാ. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ഈ മറവിയുള്ളതെന്ന, അല്ല, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ റെഗുലറായിട്ട് ഡെയിലി ബേസിസിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും മക്കളെ വേണ്ട, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ഷീറ്റിൽ ഇത് പകർത്താൻ കഴിയും. ആൻസർ ഷീറ്റിൽ എഴുതി നിങ്ങൾക്ക് ഫലിപ്പിക്കാൻ കഴിയും. ഫുൾ മാർക്കിലേക്ക് മക്കളെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ എത്ര തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്. മാർക്ക് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ് കൃത്യമായി റിവിഷൻ നടത്തുക എന്നുള്ളത്. ആരും അതിലൊരു കോംപ്രമൈസ് വരുത്തരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഇനി മക്കളെ, ഫൈനലി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ എന്താ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, നമ്മൾ പഠിക്കുന്നത് ഈ ഒരു നിമിഷം നാളത്തെ എക്സാമിന്, അല്ലെങ്കിൽ നാളെ ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ വേണ്ടിയിട്ടല്ല, നാളത്തെ എക്സാമിൽ ജസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ടല്ല, നാളത്തെ എക്സാമിൽ A+ വാങ്ങാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. +1 ഫുൾ മാർക്ക് എല്ലാ സബ്ജക്റ്റിലും വാങ്ങണം, +2 ഫുൾ മാർക്ക് എല്ലാ സബ്ജക്റ്റിലും വാങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ ഏതിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ നമ്മളെ കാത്തിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നമ്മുടെ ഡ്രീമിലേക്ക്, ഡോക്ടർ ആവണമെങ്കിൽ അങ്ങനെ, സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, NIT-യിലേക്കോ IIT-യിലേക്കോ പോയിട്ട് എഞ്ചിനീയർ ആവണമെങ്കിൽ അങ്ങനെ, ഇനി ലോ പഠിക്കണമെങ്കിൽ അങ്ങനെ, സിവിൽ സർവീസ് ആണോ നിങ്ങൾ ആഗ്രഹമെങ്കിൽ അങ്ങനെ വലിയ ഡ്രീം നമ്മൾ മുന്നിൽ വെക്കുന്നുണ്ട്. വെറും ഡ്രീം മാത്രം ഉണ്ടായാൽ ആരും അത് അച്ചീവ് ചെയ്ത കഥയില്ല, ആരും അത് അച്ചീവ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ആയിരക്കണക്കിന് കുട്ടികൾ നിങ്ങളെപ്പോലെ ഇത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും ഡോക്ടറായ കഥ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എല്ലാവരും ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്ത കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ അച്ചീവ് ചെയ്ത ആളുകൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളായിരിക്കും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത ആളുകളായിരിക്കും. ഒരു കാര്യം ആവർത്തിച്ച് പറയട്ടെ മക്കളെ, ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഈ സമയം നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ എപ്പോഴാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യേണ്ട സമയത്താണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. ഈ സമയം നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പം മക്കളെ, ഇനിയുള്ള ദിവസങ്ങളെന്നൊന്നും പറയാനില്ല, ഇനിയുള്ള ഓരോ സെക്കൻഡുകളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ, ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക.
മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യും. ഓക്കെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.